മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റതും നീതി നിഷേധം ആരംഭിച്ചു. പാർലമെന്ററി ജനാധിപത്യ മര്യാദകളെയും സഭയിലെ കീഴ്വഴക്കങ്ങളെയും അംഗീകരിക്കില്ല എന്ന ധാർഷ്ട്യമാണ് ബി.ജെ.പിക്ക് ഇപ്പോൾ. ഇക്കഴിഞ്ഞ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ പദവി 5 വർഷവും ഒഴിച്ചിടുകയായിരുന്നു. പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ട ആരെയും ആ സ്ഥാനത്ത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന മനോഭാവമായിരുന്നു ബി.ജെ.പിയുടേത്. കൊടിക്കുന്നിൽ സുരേഷിനെതിരെ വന്ന നീതി നിഷേധത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും ശബ്ദമുയർത്തിയിരുന്നു. 18ാം ലോക്സഭ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. മോദിയുടെ നീതി നിഷേധത്തിൽ പ്രതിഷേധിക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ സഖ്യം. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്കുള്ള ചെയർമാൻ പാനലിലേക്കുള്ള ക്ഷണം ഇന്ത്യ സഖ്യം തള്ളിയിരിക്കുകയാണ്. പ്രോംടോം സ്പീക്കർ പദവിയിൽ കീഴ്വഴക്കം ലംഘിച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനം. ഇന്ത്യ സഖ്യത്തിൽ നിന്നും 3 പേരാണ് പ്രോംടോം സ്പീക്കർ പാനലിൽ ഉണ്ടായിരുന്നത്. അതിലെ കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ളവരാണ് പ്രോംടോം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ നിന്നും പിന്മാറിയിരിക്കുന്നത്. മോദിക്കെതിരെയുള്ള ഒരു പ്രതിഷേധം തന്നെയാണിത്. ഇപ്പോൾ ഇതാ ചെയർമാൻ പാനലിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് കെ രാധാകൃഷ്ണൻ എം.പിയും വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെ കീഴ്വഴക്കങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷ ഇന്ത്യ സഖ്യ എം.പിമാർ ഒരുമിച്ച് ലോക്സഭയിൽ പ്രവേശിക്കും. പ്രതിപക്ഷ ഐക്യവും കരുത്തും മോദി സർക്കാരിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ രംഗപ്രവേശനം. നല്ല ഭൂരിപക്ഷത്തോടെ മോദിക്കൊപ്പം തന്നെ ഇന്ത്യ സഖ്യം എത്തിയിട്ടുണ്ടെന്ന് ബി.ജെ.പി അനുയായികൾ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. മോദി സർക്കാരിന് ഒരു വെല്ലുവിളിയായി തന്നെ ഇന്ത്യ സഖ്യം ഇനി ബി.ജെ.പിയുടെ മുന്നിൽ തന്നെ ഉണ്ടാകും. സർക്കാരിന്റെ അനീതിക്കെതിരെയും കപട നാടകത്തിനെതിരെയും വർഗീയ വിദ്വേഷങ്ങൾക്കെതിരെയും പ്രതികരിക്കാൻ ഇന്ത്യ സഖ്യം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.